ശ്രീ വത്സൻ തില്ലങ്കേരി 2 മിനിറ്റ് മാത്രം ബാക്കി. അങ്ങയുടെ പ്രതികരണം, ക്ഷേത്രം ആര് ഭരിക്കണം? ഒന്ന്, ഇതൊരു ഗതികേടാണോ സ്വന്തം വിശ്വാസം സംരക്ഷിക്കാനും ആ ക്ഷേത്രങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ആരുടെയെങ്കിലും സൗജന്യമായി മാറുന്നത്? ക്ഷേത്രം ആര് ഭരിക്കണം എന്ന് വെച്ചാൽ ക്ഷേത്രവിശ്വാസികൾ ഭരിക്കണം. നമ്മുടെ രാജ്യത്തെ ഏതൊരു മതേതര സർക്കാരാണ്. ആ മതേതര സർക്കാരിന് എങ്ങനെയാണ് ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള അവകാശം എങ്ങനെയാണ് കിട്ടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി രാമജന്മഭൂമിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തൊരു നിലപാടുണ്ട്. സുപ്രീം കോടതി എന്താണ് ചെയ്തത്? ആ കേന്ദ്ര സർക്കാരിനെ ഭരിക്കാൻ ഏൽപ്പിക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. സുപ്രീം കോടതി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് 2000 കോടി രൂപയോളം പണപ്പിരിവ് നടത്തി ആ ക്ഷേത്ര നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ കാര്യം ഭംഗിയായി നടത്തുന്നുണ്ട്. അപ്പോൾ അത് സുപ്രീം കോടതി തന്നെ ചെയ്തിരിക്കുന്നത് എന്താണ്? അത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച് ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭരണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ ചിട്ടകളും ആചാരങ്ങളും അവർ നിലനിർത്തുന്നുണ്ടോ? നിശ്ചയമായും ഇല്ലെന്ന് തന്നെ പറയണം. 2, ക്ഷേത്രത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന സ്വത്തുക്കളും അതുപോലെ തന്നെ ഉപയോഗവസ്തുക്കളൊക്കെ അത് നിലനിർത്താൻ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെന്ന് വളരെ വ്യക്തമാണ്. അന്യാധീനപ്പെട്ടു പോവുകയാണ്, നശിപ്പിക്കപ്പെടുകയാണ്, കയ്യേറപ്പെടുകയാണ്. 3-മത്തെ ഒരു കാര്യം, ഏറ്റവും ക്ഷേത്രത്തിലെ സ്വത്തുക്കളൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതൊക്കെ സംശുദ്ധമായി പരിശുദ്ധമായി നടക്കണ്ടേ? എന്തുകൊണ്ടാണ് ഗുരുവായൂർ ദേവസ്വമായി ബന്ധപ്പെട്ട് അല്ലെ ശബരിമലയിലെ ദേവസ്വമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ബെഞ്ച് തന്നെ രൂപീകരിക്കേണ്ടി വന്നിരിക്കുന്നത്, ദേവസ്വം ബെഞ്ച് തന്നെ രൂപീകരിക്കേണ്ടി വന്നിരിക്കുന്നത്? അവിടെ കൊടിയ കൊള്ള നടന്നുകൊണ്ടാണ്. അവിടെ നടന്ന അഴിമതിയാണ്. കോടതിയുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചെന്നുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ പിടിപ്പുകേടും അഴിമതിയും കൊള്ളയും കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തിയാണ് ഇതപര്യന്തമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഇവിടുത്തെ എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യം, ഒരു തരത്തിലും അർഹതയുള്ള ആളുകൾ കൈപ്പിടിയിൽ വെച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു ദുർഗതി ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കാണോ യഥാർത്ഥത്തിൽ ക്ഷേത്ര ഭരണത്തിൽ വിശ്വാസമുള്ളത് അവരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.